ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നിങ്ങൾ തമ്മിൽ കണ്ടുപോലെ തന്നെ ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം ഇതാണ് പ്രോഡക്റ്റ്, വൺവര ഓർഗാനിക്സിൻ്റെ റെജുനേറ്റ് ഗോൾഡ്. ഇപ്പം ഒരുപാട് സെലിബ്രിറ്റീസ് ഒക്കെ ഇതിൻ്റെ ഒരു പ്രൊമോഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അത് കണ്ടിട്ടാണ് ഞാനിത് വാങ്ങിച്ചത്. ഇത് വാങ്ങിക്കാനുള്ള റീസൺ എന്ന് വെച്ചാൽ എൻ്റെ ഫേസിൽ കുറേ പിമ്പിൾസും കുറേ ആക്നി അങ്ങനെ ഉണ്ട്. എൻ്റെ സ്കിൻ ഭയങ്കര സെൻസിറ്റീവ് സ്കിൻ ഇപ്പോഴും ഉണ്ട്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പം ഈ ഒരു ഏരിയയിലാണ് എനിക്ക് കൂടുതലായിട്ടും പിമ്പിൾസും ആക്നിയൊക്കെ വരുന്നത്. അപ്പോൾ അതിന് ഞാൻ കുറേ ട്രൈ നോക്കി, പക്ഷേ ഒന്നും വർക്കൗട്ട് ആവുന്നില്ല. അപ്പോഴാണ് ഞാൻ ഇതിൻ്റെ ഒരു റിവ്യൂ കുറേ സെലിബ്രിറ്റീസ് ഒക്കെ ചെയ്യുന്നത് കണ്ട് അവരുടെ പിള്ളേർക്ക് സജസ്റ്റ് ചെയ്യുന്നു, അവർക്ക് സജസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ ഇത് കോസ്റ്റ്ലി ആയതുകൊണ്ട് ഒന്ന് വാങ്ങിച്ച് നോക്കാം. അപ്പം ഇത്ര കോസ്റ്റ്ലി ആകുമ്പം നല്ല റിസൾട്ട് കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഞാനിത് വാങ്ങിക്കുന്നത്. അപ്പം ഇതിന് പല ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കും പല പ്രോഡക്റ്റാണ്. ഇത് ഞാൻ വാങ്ങിച്ചേക്കുന്നത് 23 to 30 ഇയേഴ്സിൻ്റെ പ്രോഡക്റ്റാണ് വാങ്ങിച്ചേക്കുന്നത്. അങ്ങനെ പല 30ക്ക് മുകളിലോട്ടുള്ളവരുടെ ഉണ്ട്, 23ക്ക് താഴോട്ടുള്ളവരുടെ ഉണ്ട്. സോ അങ്ങനെ പല പ്രോഡക്റ്റ്സ് അവരുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 3695 റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ്. പക്ഷേ എപ്പോഴും അവരുടെ വെബ്സൈറ്റിൽ ഓഫർ ഉണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു 2199 റുപ്പീസാണ് ഇപ്പം അവരുടെ വെബ്സൈറ്റിലുള്ള ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ്. അപ്പം ഇത് യൂസ് ചെയ്ത് ഓൾമോസ്റ്റ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പാക്കേജ് വന്നിരിക്കുന്നത്. ഇങ്ങനെ ഒരു ക്യാപ്പുണ്ട്. അത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പം അതിനകത്ത് പ്രോഡക്റ്റ് ഉണ്ട്. ഇതിനകത്ത് ഓൾമോസ്റ്റ് തീർന്നു. ഇനി വളരെ കുറച്ച് പ്രോഡക്റ്റ് കൂടി ഉള്ളൂ. ഓൾമോസ്റ്റ് ഞാനൊരു 2-3 മന്ത്സ് ഞാനിത് യൂസ് ചെയ്തു. വളരെ ചെറിയ എമൗണ്ട് മതി. ഇതിന് നല്ലൊരു മണമൊക്കെ ഉണ്ട്. അപ്പം ഇതിൻ്റെ പാക്കേജിങ്ങും ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസിയും ഈ ഒരു ക്രീം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫേസ് ഭയങ്കര സോഫ്റ്റും ഭയങ്കര ഒരു പ്ലം ഒരു സപ്പിൾ ഫീലിംഗ് ആണ് നമ്മളിത് തേച്ച് കഴിയുമ്പോൾ. ഇത് ഒരു നൈറ്റ് ക്രീമാണ്. അപ്പോൾ രാത്രി ഫേസിലും നെക്കിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് രാവിലെ ഞാൻ കഴുകിക്കളയും. രാവിലെ കഴുകിക്കളയുമ്പോൾ നമുക്ക് ആ ഒരു ഇത് ഫീൽ ചെയ്യാൻ പറ്റും. അത് കഴുകിക്കളയുമ്പോൾ എന്തോ ഒരു വഴുവഴുപ്പ് പോലെ എന്തോ ഫീൽ ചെയ്യാൻ പറ്റും. സോ ഞാനിത് വളരെ പ്രതീക്ഷയോടെയാണ് വാങ്ങിച്ചത്. വളരെ എല്ലാ ദിവസവും മുടങ്ങാതെ ഞാനിത് അപ്ലൈ ചെയ്തു. ഒരു 3 മന്ത്സോളം ഞാൻ യൂസ് ചെയ്തിട്ടും എനിക്ക് യാതൊരു ഡിഫറൻസും എൻ്റെ ഫേസിൽ ഇല്ലായിരുന്നു. ഞാൻ എൻ്റെ പേഴ്സണലായിട്ടുള്ള എക്സ്പീരിയൻസ് മാത്രം വെച്ചിട്ടാണ് പറയുന്നത്. ഇത് ചിലപ്പോൾ വർക്ക് ചെയ്തവരുണ്ടായിരിക്കും. ഇത് വാങ്ങിച്ച് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡിഫറൻസ് ഉണ്ടായിരിക്കും. എനിക്ക് യാതൊരു ഡിഫറൻസ്, നോ ഡിഫറൻസ്. എനിക്ക് ബ്രൈറ്റ്നസ് നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നല്ല ബ്രൈറ്റ്നസ് കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് യാതൊരു ചേഞ്ചസ് ഫീൽ ചെയ്തില്ല. എൻ്റെ സ്കിന്നും ബ്രൈറ്റ് ആയില്ല. ഞാൻ പിമ്പിൾസ് അങ്ങനെ തന്നെയുണ്ട്, ഇപ്പോഴും ഉണ്ട്. എൻ്റെ ഫേസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു ഏരിയയിലാണ് എനിക്ക് കൂടുതൽ പിമ്പിൾസ് ഉള്ളത്. അപ്പോൾ അതിപ്പോഴും അങ്ങനെ തന്നെയുണ്ട്. ഒരു ചേഞ്ചസും ഞാനത് യൂസ് ചെയ്തിട്ട് എനിക്ക് കണ്ടിട്ടില്ല. അപ്പം പലർക്കും പല രീതിയിലായിരിക്കും. എൻ്റെ സെൻസിറ്റീവ് സ്കിന്നാണ്. അങ്ങനെ ഒരുമാതിരി പ്രോഡക്ട്സ് ഒന്നും എൻ്റെ സ്കിന്നിൽ വർക്ക് ആവത്തില്ല. എനിക്ക് തോന്നുന്നു ഹോം മെയ്ഡ് ആയിട്ടുള്ള നമ്മുടെ കിച്ചണിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ച് ഓരോ ഫേസ് പാക്കും ഇതൊക്കെ ചെയ്യുമ്പോൾ പിന്നെയും ഈ പച്ചമഞ്ഞൊക്കെ യൂസ് ചെയ്യുമ്പോൾ പിന്നെയും പിമ്പിൾസ് ഇച്ചിരി കുറയുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ലാതെ ഞാൻ വളരെ പ്രതീക്ഷയോടെ വാങ്ങിച്ച ഈ പ്രോഡക്റ്റ് എന്നെ ഡിസപ്പോയിൻറ്റ് ചെയ്തു. നിങ്ങളുടെ സ്കിൻ സെൻസിറ്റീവ് അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് വർക്ക് ആവുമായിരിക്കും. നിങ്ങൾക്ക് ഒരു ബ്രൈറ്റ്നസ് ഒക്കെ കിട്ടുമായിരിക്കും. അവർ പറയുന്ന പോലെ അവരുടെ റിവ്യൂവിൽ പറയുന്ന പോലത്തെ ചേഞ്ചസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുമായിരിക്കും. പക്ഷേ എൻ്റെ സ്കിൻ സെൻസിറ്റീവ് ആണ്. സോ ഇത്ര വില കൊടുത്ത് നിങ്ങളൊരു പ്രോഡക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് നോക്കിയിട്ടൊക്കെ ചെയ്യുക. കൂടുതലും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഒരുപാട് പിമ്പിൾസും ആക്നീസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഇങ്ങനെ കോസ്മെറ്റിക് പ്രോഡക്ട്സ് വാങ്ങിക്കുന്നതിലും നിങ്ങളൊരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിട്ട് അവർ സജസ്റ്റ് ചെയ്യുന്ന പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ എല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ് പല പ്രോഡക്ട്സ് ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ എനിക്ക് അങ്ങനെ ഒരുമാതിരിപ്പെട്ട ഒന്നും വർക്കായിട്ടില്ല എന്നല്ല, മോസ്റ്റ് ഓഫ് ദം വർക്കായിട്ടില്ല. സോ നിങ്ങൾ ഇത്ര കാശ് കൊടുത്ത് വാങ്ങിക്കുമ്പോൾ ഒന്നും കൂടെ ഒന്ന് ആലോചിച്ചിട്ടൊക്കെ ചെയ്യുക. അപ്പം ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇതെൻ്റെ മാത്രം പേഴ്സണൽ ഒപ്പീനിയനാണ്, എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ചിലപ്പം ഇത് വർക്കായിട്ടുണ്ടായിരിക്കും. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് അറിയിക്കാവുന്നതാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.